പാട്ടിലേക്ക് സ്നേഹവന്ദനം. സുവിശേഷം ആരംഭിക്കുന്നത് കടലോരത്തുനിന്ന്. ഭൂമിയുടെ വിളുമ്പാണ് കടലെന്ന് നമുക്കറിയാം. ഭൂപടത്തിൻ്റെ മാത്രമല്ല, സ്നേഹം ഒഴികെ എല്ലാത്തിൻ്റെയും വിളുമ്പ്. ആ കടലോരത്തുനിന്ന് ആരംഭിച്ച് സുവിശേഷത്തിൻ്റെ ഭരതവാക്യം യോഹന്നാൻ കുറിക്കുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് 21 അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ക്രിസ്തു വീണ്ടും കടലോരത്ത് നിൽക്കുക. കടൽ അഗാധമായ ധ്വനികൾ ഉണർത്തുന്ന, അലകൾ ഉയർത്തുന്ന ഒരു മെറ്റഫറ. ജീവിതാസക്തി എന്ന് പറയുന്ന ഒന്നിൻ്റെ ഏറ്റവും നല്ല സൂചന കടലാണെന്ന് തോന്നുന്നു. തന്നിലേക്ക് ആകർഷിക്കുന്ന ഒന്നീ കടലിനകത്തുണ്ട്. ശരിക്കും ജീവിതത്തിൽ എല്ലാവർക്കും ഭയമാണ്. എന്നിട്ടും അത്തരം ഭയങ്ങൾക്ക് മീതിയായിട്ട് അതിൻ്റെ ചങ്കിലോട്ട് ചേർത്ത് പിടിക്കുന്ന എന്തോ ഒന്ന് ജീവിതത്തിനകത്തുണ്ട്. വിവാഹം കഴിക്കുന്നത് ഭയമാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിട്ടും മിക്കവാറും മനുഷ്യർ വിവാഹം കഴിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഭീതികളുണ്ടായിട്ടും നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒന്നിങ്ങനെ ജീവനിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നുണ്ട്. കടലിന് ഒരുപക്ഷെ അതിൻ്റെ ഒരു സൂചന റിച്ചായിട്ട് കിടപ്പുണ്ട്. കാൽപാദം ഒന്ന് അനക്കുന്ന വരെയുള്ള ഭയമേ ഉള്ളൂ. അതിനുശേഷം ധാരയോളോ മുട്ടോളോ ഒക്കെ വെള്ളത്തിലേക്ക് വരുന്ന വിധത്തിൽ പ്രേരിപ്പിക്കുന്ന ഒന്ന് ദൈവം ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അലകളിലേക്ക് പോകുന്ന വിധത്തിലുള്ള എന്തോ ഒന്ന് ഈ ഒരു ജലപ്രവാഹത്തിനകത്തുണ്ട്. ജീവൻ്റെ ഒക്കെ ആദ്യത്തെ ഈറ്റിലമായിട്ടൊക്കെ കടലിനെ നമ്മൾ ഗണിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തിയായാലും പരിണാമമായാലും. സംസാരസാഗരം എന്നൊരു വാക്ക് നമുക്ക് വളരെ പരിചയമുള്ള വാക്ക്. പക്ഷേ കാര്യമായ ഭാരതീയ വേദാന്തങ്ങളെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ പോലും നമ്മളത് നിത്യജീവിതത്തിനകത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ വർത്തമാനം എന്ന് പറയുന്ന, ജീവിതം എന്ന് പറയുന്ന കടൽ. എന്തായിരിക്കും അതിൻ്റെ സൂചന? അതിൻ്റെ ആ ഒരു ഇംപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നൊരു തലമാണ്. എന്തൊക്കെയാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഈ കടലെന്ന് അറിഞ്ഞുകൂടാ. ഒരു കടലും ഇന്നലെ കണ്ടത് കണക്കല്ല, ഇന്നലെ അടുത്ത നിമിഷം കാണുന്ന കടൽ പോലും ഒരിക്കലും അല്ല. കാലാകാലങ്ങളായിട്ടുള്ള ഒന്നാണ് ഈ കടലെന്ന് പറഞ്ഞാൽ പോലും ഒരു സെക്കൻഡ് പോലും ഈ കടൽ ഇനി ആവർത്തിക്കപ്പെടില്ല. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഈ കടലിന് പുതുമ. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നേ ഉള്ളൂ ഭൂമിയിൽ, അത് കടലാണെന്നൊക്കെ ഉള്ളൂ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? ഇപ്പോൾ അടുത്ത സെക്കൻഡ് എന്താണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കൗതുകമില്ല. ജീവിതം ഇങ്ങനെ ചാർട്ടേഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്നായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ടൂർ കണക്ക് അനുഭവപ്പെടും. അടുത്ത ചുവട് ഇതാണ്. അതിനകത്ത് എന്താ കൗതുകമുള്ളത്? അതിനകത്ത് എന്താ അഴകുള്ളത്? അതിനകത്ത് എന്താ നിഗൂഢതയുള്ളത്? അപ്പം അതിൻ്റെ ഒരു സൗന്ദര്യം ഈ പറഞ്ഞ അവിചാരിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾക്കകത്താണ്. പിരിയം ഗൗണി കണക്കാണ് ജീവിതം. പണ്ട് വലിയ ധനികൃങ്ങളിലൊക്കെ അത്തരം ഗൗണി കണ്ടോ? സ്പൈർ എന്ന് പറയുന്ന ഒന്ന്. അടുത്ത വളവിൽ എന്താണെന്ന് ഒരു പിടുത്തമില്ല. അപ്പം ആ ഒരു പ്രതലം സൂക്ഷിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു മെറ്റഫറായിട്ട് ഈ കടൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ള വന്യത, ആ തീവ്രമായ ചില അനുഭവങ്ങൾ, ഉലക്കുന്ന അനുഭവങ്ങൾ, തകർക്കുന്ന അനുഭവങ്ങൾ, നിരന്തരമായ കപ്പൽ ഛേദങ്ങൾ. കടൽ ആ ജീവിതത്തെ എന്ന് പറയുന്ന ഇത്രയും കോംപ്ലക്സായ, ഇത്രയും സങ്കീർണമായ അനുഭവത്തെ വിശദീകരിക്കാനായിട്ട് ഇതിനേക്കാൾ ശക്തമായ ഒരു പ്രതീകം ആവശ്യമില്ല. അപ്പം ആ കടലോരത്ത് ഗുരു നിൽപ്പുണ്ട്. ഗുരു എന്ന് പറയുന്നത് ഈ കടലിന് കുറുകെ കിടന്ന മനുഷ്യനാണ്. മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന കടലിനെ ശാന്തമാക്കുന്ന ആളാണ്. വേറൊരിടത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഈ കടലിന് മീതെ കൂടെ നടക്കാനായിട്ട് ക്ഷണിച്ച ആളാണ് ഗുരു. പിന്നെ ആ മരണമെന്ന് പറയുന്ന വലിയ കടലിനെയും കുറുകെ കടന്ന ഗുരുവാണ് ആ തീരത്ത് നിൽക്കുക. ബുദ്ധനായ ക്രിസ്തു എവിടെ ഉണ്ടായിരിക്കുന്നൊക്കെ മാലാഖന്മാർ ആ പുലരിയിലെ അവൻ്റെ ചൗടിനം തേടി വന്ന സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയിട്ടുണ്ട്. ജീവിതം സജീവമായിട്ട് നിൽക്കുന്ന ഒരിടത്ത് ആ ക്രിസ്തു നിൽപ്പുണ്ട്. നിശ്ചലമായിട്ട്, അല്ലെങ്കിൽ ആ പ്രഭാതത്തിൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഗതികളെ വല്ലാതെ ആഴപ്പെടുത്താനായിട്ട്, അല്ല വല്ലാതെ പ്രകാശിപ്പിക്കാനായിട്ട് ക്രിസ്തു ഈ തീരത്ത് നിൽപ്പുണ്ട്. ഈ തീരം മറുകര കണ്ടെത്തിയതിൻ്റെ പേരാ ഗുരു. നമ്മൾ നമ്മുടെ ഭാവനയിൽ ചില കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ അവരവരുടെ മെഡിറ്റേഷനിലും, ക്രിസ്തുവിൻ്റെ കാര്യത്തിലാവട്ടെ ആ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ ഒക്കെ ആ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ എല്ലാ അർത്ഥത്തിലും മറുകര കണ്ട ആളുടെ പേരാണ് ഗുരു. പുഴ കുറുകെ കടക്കേണ്ടത് ഇങ്ങനെയാണെന്ന് നമ്മൾ കരുതുന്നത്. അങ്ങനല്ല. ഇതിങ്ങനെ കടന്ന ഒരാളാണ് ആ പുഴയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഇങ്ങനെ കിടക്കുന്നത് പാലം കടന്നവരാ. പാലം കിടക്കുന്നവരെയും ചിലപ്പോൾ നമ്മൾ ഗുരുക്കന്മാരായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, പുഴയോടൊപ്പം സഞ്ചരിച്ച് അല്ലെങ്കിൽ കടലോടൊപ്പം സഞ്ചരിച്ചിട്ട് അതിന് കുറുകെ കടക്കുക പറയുന്ന ഒരു അനുഭവമുണ്ട്. നിശ്ചയമായിട്ടും അർഹതപ്പെട്ട ഒരാൾ ആ തീരത്ത് നിൽപ്പുണ്ട്. തഥാഗതൻ എന്ന് പറഞ്ഞ വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തഥാഗതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവിടം വരെ എത്തിയവനെന്നാണ്. ആക്കര വരെ എത്തിയവനെന്നൊക്കെ അതിന് വേറെ ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉലയുന്ന ഒരു വഞ്ചിക്കകത്ത് രാത്രി മുഴുവൻ ഇങ്ങനെ വലയെറിഞ്ഞുകൊണ്ടിരുന്ന 7 പേര്. 7 ആ ബൈബിളിൽ ഒരു വളരെ പ്രതീകം ഉള്ള ഒരു നമ്പറൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്നത്. അതിന് നിത്യതയുമായിട്ട് ബന്ധപ്പെടുന്ന, അനന്തതയുമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ ഒരു
പ്രതലമുണ്ടെന്നൊക്കെ ഗണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ എന്താ ഈ പറയുന്ന ഈശ്വരാനുഭവം എന്നോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്, ഇതൊരു എപ്പോഴും നിത്യതയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മുടെ ഹൊറൈസൺസ് കണ്ടെത്തുക എന്നൊക്കെ നമ്മൾ പറയും. ആ പുഴയും കടലും തമ്മിൽ, കടലും ആകാശവും തമ്മിലൊക്കെ ബന്ധിക്കുന്ന ഒരു സ്പേസാണ്. ആ ഒരു അതിലേക്ക് ബന്ധിപ്പിക്കുന്ന, മറ്റൊന്നിലോട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയുടെ പേരൊക്കെയാണ് ഏതെന്ന് പറയുന്നത്. എന്നിട്ടോ രാത്രി മുഴുവൻ ഒരു വലയെറിയുകയാണ്, എന്നിട്ടൊരു ചെറുമീൻ പോലും കുരുങ്ങുന്നില്ല. നമ്മുടെ ഒരു ഫ്യൂട്ടിലിറ്റി എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഫലബോധം. അതിങ്ങനെ വിത്തെറിഞ്ഞിട്ട് വയൽ 100 മേനി തരാതെ പോകുമ്പോഴും, വലയെറിഞ്ഞിട്ട് കടൽ ജാഗ്രത തരാതെ പോകുമ്പോഴും, ഒത്തിരി സ്നേഹിച്ചിട്ട് നിങ്ങൾക്കെതിരായിട്ട് മനുഷ്യർ അവരെ ഹൃദയജാലങ്ങൾ കൊട്ടിയടക്കുമ്പോഴും ഒക്കെ മനുഷ്യനിങ്ങനെ നിരന്തരം കടന്നുപോയിക്കൊണ്ട് വരുന്ന മനുഷ്യൻ്റെ ഒരു ശിരോലിഖത്തിൻ്റെ പേരാണ് ഈ സെൻസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, വല്ലാത്ത വിഫലബോധം. അപ്പോൾ ആ ഒരു പ്ലേറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, പുലരിയായപ്പോൾ അവൻ കടൽ തീരത്ത് വന്നു. രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുട്ടത്ത് വലയെറിയുന്ന മനുഷ്യൻ, ആ ഇരുട്ടത്ത് വലയെറിയുന്ന മനുഷ്യരുടെ തീരത്ത് വന്നിട്ട് ആ ക്രിസ്തു തരുന്ന ഒരു സൂചനയുണ്ടാകും. ഇതിനു മുമ്പുള്ള 2 സൂചനകളോട് ഇതിൻ്റെ കൂടി വായിച്ചു തന്നാൽ നമുക്കിതിനെ നല്ലൊരു കോമ്പാക്ട് ടെസ്റ്റായിട്ട് അനുഭവപ്പെടും. ഇതിനു മുമ്പ് തീരത്തിരുന്ന് അല്ലെങ്കിൽ ഈ കടലുമായി ബന്ധപ്പെട്ട് ക്രിസ്തു പറയുന്ന 2 കാര്യങ്ങൾ കൂടി ഒന്ന് കൂട്ടി വായിച്ചതല്ല. ഒന്ന്, ആ ക്രിസ്തു സുവിശേഷ ആരംഭത്തിൽ തന്നെ ശിഷ്യ സമൂഹം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു കടൽ ചാകരയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തു വന്നിട്ട് പറയുകയാണ്, ആഴങ്ങളിലേക്ക് വലയേറി. നമുക്കറിയാം പ്രശ്നം ഈ തീരങ്ങളിൽ മനുഷ്യൻ കുരുങ്ങുന്നുള്ള. തീരങ്ങളിൽ എങ്ങനെ കുരുങ്ങിയാലും ഒക്കെ ജീവിക്കാനായിട്ട് പറ്റും. ഒരു ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കടൽപ്പാലത്തിലൊക്കെ ഇരിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കടലെന്ന് പറയുന്നതിലേക്ക് ക്ഷണം കിട്ടിയവർ, കടലെന്ന് പറയുന്നതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ട് ചങ്കുറപ്പ് തമ്പുരാൻ സമ്മാനിച്ചവരൊക്കെ ഈ തീരത്ത് ഇങ്ങനെ ചൂണ്ടയിട്ടിരിക്കുന്നത് ഒരു കൗതുകമുള്ള ഒരു അഴകില്ലാത്തൊരു കാഴ്ച. അതിനകത്ത് വലിയ സുരക്ഷിതത്വമൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലോട്ട് പോകും തോറും ഒരുപക്ഷെ കുറച്ചിങ്ങനെ അപകടത്തിന് സാധ്യതകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അഗാധങ്ങളിൽ എപ്പോഴും കടലെന്ന് പറഞ്ഞുള്ള ശാന്തമായ അനുഭവം. ഇതിനൊരു ട്രാങ്കുലിറ്റി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ തീരങ്ങളിൽ നിൽക്കുന്നവർക്കല്ല, മറിച്ച് ആഴങ്ങളിലേക്ക് പോകുന്നവർക്ക്. അലകളും തിരകളും ഒക്കെ വന്നിട്ട് ഈ പാറയെ വന്ന് തട്ടിച്ചിതറുന്നതും നമ്മുടെ കട്ടമരത്തെ ഇങ്ങനെ വല്ലാതെ വലിച്ചു കളയുന്നതും ഒക്കെ ഈ തീരത്ത് നിൽക്കുമ്പോൾ മാത്രം. ഉള്ളോട്ട് പോകുമ്പോൾ വീട്ടുമുറ്റത്തെ കുളം കണക്ക് കടൽ ശാന്തമാകുന്നു. 1-2 പ്രാവശ്യം ഇങ്ങനെ ആഴക്കടലിലോട്ട് പോകാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഈ ആഴക്കടലിലോട്ട് പോകാനുള്ള. ഉള്ളോട്ട് പോകുന്നതോടെ ഇങ്ങനെ കടലിൻ്റെ നീലവർണ്ണം മാറി പതുക്കെ അതിന് തരം മരതക പച്ച എന്നൊക്കെ പറയുന്ന ഒരു വർണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഒന്നിതാണ് ഈ തീരങ്ങളിൽ കുരുങ്ങാൻ പാടില്ല, ആഴങ്ങളിലേക്ക് പോകും. സെയിൽ ടു ഡീപ് സീ, അഗാധമായ ചില നിലനിൽപ്പുകൾ ജീവിതം അർഹിക്കുന്നുള്ള ഒന്ന്. രണ്ടാമതായിട്ട് ഈ വഞ്ചി ഒലഞ്ഞ് നിൽക്കുമ്പോൾ ഗുരുപാദങ്ങൾ ഈ അലകൾക്ക് മീതെ സഞ്ചരിച്ച് വരികയാണ്. ഒരു ഗുരുപാദ പത്മം എന്നൊക്കെ പറയുന്നത് ശരി, കാരണം ഈ തിരകൾക്ക് മീതെയായിട്ട് ഇങ്ങനെ ഓരോരോ പൂ വിരിക. പൊതുവെ ഗുരുക്കന്മാരെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ലോട്ടസ് പാത്ത് എന്നൊക്കെയാണ് അവർ പോകുന്ന വഴികളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വാക്ക്. താമര വഴികളെന്നാണ് പറയുന്നത്. കാരണം അവർ ഏത് മീതെ കൂടി ഏത് ചേറിന് മീതെ നടന്നു പോകുമ്പോഴും, ഏത് ജലാശയങ്ങൾക്ക് മീതെ നടന്നു പോകുമ്പോഴും, ഏത് ഉലയുന്ന ഏത് അലകൾക്ക് മീതെ നടന്നു പോകുമ്പോഴും അവർക്ക് വേണ്ടിയായിട്ട് ഇങ്ങനെ പൂവിരി, അല്ലെങ്കിൽ അവരുടെ പാദങ്ങളാവാ ശരിക്കും മാനവരാശിയിലെ പത്മങ്ങളാണ്. പത്മം പൂവെന്നൊക്കെ ഈ താമരപ്പൂവെന്നൊക്കെ പറയുന്നത് വളരെ സേക്രഡ് ആയിട്ട് നമ്മൾ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഭാരതീയ ആത്മയുടെ അടയാളം പോലും അത് തന്നെ. സെൻറ് തോമസ് കുരിശ് എന്ന് നമ്മൾ ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം പറയുന്ന ആ കുരിശിന് ആലേഖനം ചെയ്യപ്പെട്ടുള്ള പൂ പോലും ഈ താമരപ്പൂവാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതൊരു ഭാരതീയമായ ഒന്നിൻ്റെ അടയാളമാണ്, എന്തിനും മീതെ നടക്കാനായിട്ട്. അപ്പോൾ രണ്ടാമത്തത് ഇങ്ങനെ ക്രിസ്തുവിനൊരു ക്ഷണമുണ്ട്, മീതെ നടക്കുക. ആ ഒരു ക്ഷണം കേട്ടിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഏതാനും ചുവടുകളെങ്കിലും ഒരാൾ ഇതിന് മീതെ നടക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പത്രോസാ. എന്തിനും മീതെ നടക്കുക എന്ന് പറയുന്നതാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉത്ഥാനത്തിൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ അത് തന്നെ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വിയർപ്പെന്നൊക്കെ പറയണത് മരണത്തിന് ശേഷമുള്ള ഒന്നാണെന്നല്ല. സ്വന്തം ജീവിച്ചിരുന്ന ജീവിതത്തിനകത്ത് യാതൊരുവിധ ഉയർപ്പിൻ്റെ അനുഭവങ്ങളില്ലാതെ ഒന്നിനും മീതെ നടക്കാത്ത മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് ഈ മരണാനന്തര ഉയർപ്പിനെ കുറിച്ച് ഇത്രയും ഉറപ്പും ഇത്രയും ധൈര്യമൊക്കെ കിട്ടുക? ക്ഷോഭത്തിന് മീതെ നടന്നിട്ടുണ്ടോ? ആസക്തികൾക്ക് മീതെ നടന്നിട്ടുണ്ടോ? ആരോഗ്യകരമല്ലാത്ത മമതകൾക്ക് മീതെ നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ട ചില വിചാരങ്ങളാണ് തോന്നുന്നത്. അപ്പോൾ രണ്ടതാണ് ഇങ്ങനെ മീതെ നടക്കാനായിട്ട് ക്രിസ്തു പറഞ്ഞു. ഒന്ന്, ഇങ്ങനെ ആഴങ്ങളിലേക്ക് വലയെറിയാൻ പറഞ്ഞു. 2, മീതെ നടക്കാനായിട്ട്. സന്യാസത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെ വിവേകാനന്ദയൊക്കെ പറയുന്ന കണക്കൊരു വഞ്ചി കണക്കാണ്. വഞ്ചി ഇങ്ങനെ വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ പോലും അതിനകത്തോട്ട് വെള്ളം കയറാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. എന്തിനിങ്ങനെ ഇത്തിരി ഒരു മീതെ ഉപരിതലത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ തങ്ങളുടെ ജീവിതത്തെ ഒരു യാനപാത്രമായിട്ട് മാറ്റാനായിട്ട് പറ്റൂ. അങ്ങനെ ചില മനുഷ്യരൊക്കെ തങ്ങളുടെ ജീവിതത്തെ യാനപാത്രമായിട്ട് നിലനിർത്തുന്നത് കൊണ്ടാണ് ഏതൊരു അലയിലും മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള നമ്മുടെ ചെറിയ ജീവിതങ്ങൾക്ക് അവർ വലിയ പ്രത്യാശയുടെയൊക്കെ
ആ യാനപാത്രങ്ങളായിട്ട് നിലനിൽക്കുകയും രൂപപ്പെടുകയും ചെയ്യുന്നത്. വലിയ പ്രത്യാശയുടെ പേടകങ്ങളൊക്കെ ആയിട്ട് അവർ മാറുന്നത് അതുകൊണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഈ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ 21 പരാമർശത്തിനകത്ത് ക്രിസ്തു വളരെ കൃത്യമായിട്ട് ഇവരോട് പറയുകയാണ്, വലതുഭാഗത്തേക്ക് വലയെറിയുക. ഓൾറെഡി നമുക്കറിയാം വലയെറിയുന്നവരിങ്ങനെ വലച്ചുഴത്തിയാണ് വലയെറിയുന്നത്. ഒരർത്ഥം അങ്ങനെ വലതുഭാഗം മാത്രമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്കും വലയെറിയാൻ പറ്റുന്നതിന് അർത്ഥം ഓൾറെഡി ഈ വലയൊക്കെ എല്ലാ വശങ്ങളിലും വീണിട്ടുണ്ട്. എന്നിട്ടും ക്രിസ്തു പറയുകയാണ് വലതുഭാഗത്തേക്ക് വലയെറിയാൻ അർത്ഥം എന്താണ്? ഇനി ചില കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള സംഭവം. അവബോധം എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ വന്നിട്ടാണ് സുവിശേഷ വചനങ്ങൾ അവസാനിക്കാൻ പോവുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് നിലനിൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഗാധമായ ചില പ്രകാശത്തിലേക്ക് ആഴമുള്ള ചില ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി ജീവിതം അവബോധത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. കാരണം ഇത്രയും നേരം അറിഞ്ഞത് ഒരു യാന്ത്രികമായ കർമ്മമാണ്. മിക്കവാറും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളും യാന്ത്രികം. വളരെ വേഗത്തിൽ ചോദിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ എന്താ കഴിച്ചെന്ന് ചോദിച്ചെന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ധാരണയൊന്നും ഉണ്ടാവില്ലേ. ബസ് വിട്ടുപോകുന്നൊക്കെ ഭയന്നിട്ട് വളരെ വേഗത്തിൽ എന്തോ ഒന്ന് ചട്നി മുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്ത് പ്രഭാതത്തിൽ കഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലും കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ വളരെ വേറിട്ട് നിൽക്കുന്നവരുടെ പേരാ ഗുരുക്കന്മാർ. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ക്രിസ്തു ഇടത്ത് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനായിട്ടും പാനം ചെയ്യുന്നവനായിട്ടും വന്നു. നമ്മൾ പറയുന്ന എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ, ഭക്ഷിക്കുന്നവരായിട്ടും പാനം ചെയ്യുന്നവരായിട്ടും അല്ല, എല്ലാവരും അല്ല. ഉദാഹരണത്തിനായിട്ട് 100 പേരുള്ളൊരു ക്ലാസ് മുറിക്കകത്ത് നിങ്ങൾ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളും അവനും മാത്രമായിരിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുക, പാനം ചെയ്യുമ്പോൾ പാനം ചെയ്യുക എന്ന് പറയുക. അല്ലാതെ ബാക്കി 99 പേർക്ക് നിങ്ങൾ വേറെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വേറെ ആൾ പിന്നെ കാണാമെന്ന് പറയുന്നു, വേറെ ആൾ കാത്തു നിൽക്കാനായിട്ട് പറയുന്നു, വേറെ ആളോട് ഇതൊന്നും ഗൗരവമുള്ള ശരീരഭാഷ കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ചിലരൊക്കെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിശേഷിച്ചും മീഡിയയിലൊക്കെ ചില മനുഷ്യർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പലരോട് സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റും. അതിൻ്റെ അർത്ഥം ഇവരാരോടും സംസാരിക്കുന്നില്ലെന്ന് തന്നെയാണ്. അപ്പോൾ ഭക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് അവബോധം എന്ന് പറയുന്നത്. വെരി കോൺഷ്യസ് എക്സിസ്റ്റൻസ്. ഒരാളിങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, വളരെ അവബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഇന്നലെ വരെ ഒരു ചെറുമീൻ പോലും കുരുങ്ങാത്ത ആ ഇടത്തിൽ നിന്ന് അയാൾക്ക് വലിയ ജീവൻ്റെ ആഘോഷങ്ങളുണ്ടാകും. ചകരം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കടലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് എത്രയും നല്ലൊരു കണിക്കാഴ്ചയില്ല. ഇനിയിപ്പോൾ കടലുമായിട്ടല്ല ബന്ധപ്പെട്ടല്ല നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ പോലും സങ്കല്പത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. വല നിറയെ വഞ്ചി നിറയൊക്കെ ഇങ്ങനെ മീനുകളെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ കണിക്കാഴ്ചകളിലൊന്നാണ്. സ്വർണ്ണമീനുകളൊക്കെ ഇങ്ങനെ വെള്ളി മീനുകളൊക്കെ ഇങ്ങനെ തുള്ളിത്തുടിക്കാന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഇടത്തിൽ നിന്ന് നേരത്തെ ഈ ഫുട്ടൈൽ എന്ന് വിശേഷിപ്പിച്ച അതേ ഇടത്തിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധി ഉണ്ടാവുക. എല്ലാം ഒന്ന് കോൺഷ്യസ് ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒക്കെ ആഘോഷമായിട്ട് മാറുന്നുണ്ട്. അവളെ തൊടുമ്പോൾ നിങ്ങളും അവളും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഓമനിക്കുമ്പോൾ നിങ്ങളും കുഞ്ഞും മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ഭക്ഷണവും നിങ്ങളും മാത്രമേ ഉള്ളൂ. അർത്ഥം ആ വിളമ്പിയ കൈകളുടെ ഒക്കെ ഒരു പുണ്യത്തിലേക്ക് ധ്യാനിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ രസമുകളങ്ങളെയും തൊടുന്ന വിധത്തിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിൻ്റെ പേരാണ് ഈ അവയർനെസ് എന്ന് പറയുക. അല്ലെങ്കിൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനും മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വർത്തമാനത്തിൽ ജീവിക്കുക, വളരെ ആഴത്തിൽ ജീവിക്കുക എന്നുള്ളൊരു പ്രക്രിയയുടെ പേരാണ് ഈ വലതുഭാഗത്തേക്ക് വലയെറിയുക. മനഃശാസ്ത്രത്തിൽ ആ വലത് പറഞ്ഞ വാക്ക് പോലും അങ്ങനെ ഒരു കോൺഷ്യസ് ലിവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. മിക്കവാറും പേരിങ്ങനെ കോൺഷ്യസ് ആയിട്ടല്ല ജീവിക്കുന്നത്. നമ്മളിങ്ങനെ പഴയ കഥക്കകത്തൊക്കെ വായിച്ച് കേൾക്കുന്ന കണക്ക് കാട്ടിലൂടെ ഇങ്ങനെ കണ്ണുകെട്ടി ഒരാളിങ്ങനെ പോവുകയാണ്. സ്വാഭാവികമായിട്ട് കണ്ണുകെട്ടിപ്പോയ മനുഷ്യൻ ഓരോ വിഷയത്തിലും തട്ടുന്നുണ്ട്. അപ്പോൾ ആരോ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കെട്ടഴിച്ചിട്ട് നിങ്ങൾക്ക് നടന്നുകൂടെ? അപ്പോൾ അയാൾ പറയുന്ന കണക്കാണ്, ഈ കെട്ടഴിക്കാനുള്ള നേരമില്ല. അങ്ങനെ സ്വന്തം കടുങ്കെട്ടുകളെയും സ്വന്തം കൺകെട്ടുകളെയും ഒക്കെ അഴിച്ചിട്ട് പോലും നടക്കാൻ നേരമില്ലാത്ത വിധത്തിൽ നടന്നിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെതാണ് ഗുരുവിൻ്റെതാണെന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? എന്നിട്ട് ഓരോടെങ്കിലും തട്ടി ചോരപടിയുന്നതിനകത്ത് നമ്മൾ ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ തന്നെ ശപിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പരിഭവം പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം ചില കെട്ടിയ ഈ കണ്ണിന് മീതെയായിട്ട് കെട്ടിയ ചില തുണികളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുമ്പോൾ, ആ കൺകെട്ടൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് വളരെ നന്നായിട്ട് ബൈബിള് യോഹന്നാൻ സുവിശേഷൻ പറയുന്നുണ്ട്, പുലരിയായപ്പോൾ അവൻ തീരത്ത് വന്നിരുന്നു. ഉഷസ്സാണ്, എല്ലാ അർത്ഥത്തിലും ഉഷസ്സാണ്. നമുക്കറിയാം എപ്പോഴും ഈ പുലരി പ്രഭാതം എന്നൊക്കെ പറയുന്ന ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ജീവൻ്റെ പൊൻപുലരിയുടെ പേരാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഇരുട്ടിൽ അണിഞ്ഞിരുന്ന ജനത ഒരു പ്രകാശം കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ വരവിൻ്റെ കാഹളം സുവിശേഷം മുഴക്കുന്നത്. അപ്പോൾ തീരത്ത് നിൽക്കുന്ന മനുഷ്യൻ, പ്രകാശം നിൽക്കുന്ന മനുഷ്യൻ, നിലനിൽപ്പുള്ള മനുഷ്യൻ, അയാൾ നമ്മളോട് പറയുകയാണ്, ജീവിതം കുറേ കൂടി ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ജീവിച്ചു തുടങ്ങുക. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത് വാൾഡ് എന്ന് പറയുന്ന പുസ്തകം, തോറയുടെ ഒരു പുസ്തകം. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് എഴുതപ്പെട്ടത്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഉള്ളവരുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച പുസ്തകമാണ്. അതിനകത്ത്
ഈ തോറ പറയുന്നൊരു കാര്യമുണ്ട്, ബോധപൂർവവും യുക്തിപൂർവവും നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ലളിതമായിട്ട്, ബോധപൂർവവും ലളിതമായിട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ബോത്ത് കോൺഷ്യസ് ആൻഡ് സിമ്പിൾ ലിവിങ്. ജീവിതം കണക്ക് ആ മനോഹരമായൊരു കളി വേറെയില്ല. അപ്പം ഇതിന് ശേഷമുള്ള ആ ജീവിതത്തെ വിളിക്കുന്ന വാക്കാണ് ഈ രൂപാന്തരീകരിക്കപ്പെട്ട ജീവിതം എന്നൊക്കെ പറയുന്നത്. കാര്യമായിട്ട് ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്കകത്ത് യാതൊരുവിധ മാറ്റവും വരുന്നില്ല കേട്ടോ. ഒരു ഗുരുവിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, ആ ഗുരുവിൻ്റെ പ്രകാശത്തെ ബോധതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആ ഗുരു രേഖപ്പെടുത്തുന്ന കണക്ക്, ബിഫോർ എൻലൈറ്റ്മെൻറ്റ് ഐ വാസ് ചോപ്പിംഗ് വുഡ്, ആഫ്റ്റർ എൻലൈറ്റ്മെൻറ്റ് ഐ ആം ചോപ്പിംഗ് വുഡ്. ആമെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രയും ആ കോൺഷ്യസ് ആയ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഗുരു നമുക്ക് സൂചന തരുന്നത്. വല നിറയെ വഞ്ചി നിറയെ മീനായി. പിന്നെയുള്ള 1-2 സൂചനകളൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ടിട്ട് ആ പാദങ്ങളിൽ, ആ ഗുരുപാദ പത്മങ്ങളിലൊന്ന് നമസ്കരിച്ച് ഈ വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്ന്, ഈ യോഹന്നാൻ വിളിച്ചു പറയുന്നൊരു വാക്കാണ്. യോഹന്നാൻ പറഞ്ഞു അത് ക്രിസ്തുവാണ്. ഒരുപക്ഷെ ഒരു ഉദ്ധിതനായ ക്രിസ്തുവിനുള്ളൊരു വാഴ്ത്ത, മനോഹരമായ വാഴ്ത്ത, ഇത് ക്രിസ്തുവാണ്. കാരണം ഇന്നലെ വരെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന് മാത്രം ഭാഗമായിരുന്നു. നമുക്കറിയാം, ഒരു 200 മൈലിനപ്പുറം സഞ്ചരിക്കാത്ത ഒരാളുടെ പേരാണ് ക്രിസ്തു എന്ന് നമുക്കറിയാം. വളരെ ചെറിയ ദൂരം 200 മൈൽ എന്ന് പറയുന്നത്. അതിങ്ങനെ വളരെ ലോക്കലായൊരു കൺസെപ്റ്റാണ്. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തുവാണ് ഇപ്പോൾ തീരത്ത് നിൽക്കുന്നത്, റിസറക്റ്റഡ് ലോർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എന്തിനു പിന്നിലും ക്രിസ്തുവാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്കൊക്കെ മുമ്പിൽ ക്രിസ്തുവാണ്. കുഞ്ഞിന് ഇത്തവണ പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട്, കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ കാലുകളിൽ മന്ത്രിക്കണം, അത് ക്രിസ്തുവാണ്. അവളുടെ രോഗത്തിന് ശമനമുണ്ട്, അവളുടെ ദുർബലമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പറയണം, ഇത് ക്രിസ്തുവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ശാന്തി ഉണ്ട്, കുറച്ചുകൂടി ഒരു സമന്നതയോ അല്ലെങ്കിൽ സമഗ്രതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ജീവിതം കുറേ കൂടി ഇങ്ങനെ സ്ട്രെസ് എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഒടുവിൽ ഇങ്ങനെ കണ്ടുപൂട്ടിയിട്ട് പറയാനായിട്ട് പറ്റണം, ഇത് ക്രിസ്തുവാണ്. പ്രണയത്തിന് പിന്നിൽ, ദാമ്പത്യത്തിന് പിന്നിൽ, കുഞ്ഞുങ്ങൾക്ക് പിന്നിൽ, ജ്ഞാനത്തിന് പിന്നിൽ, ലോകത്തെ ഏറ്റവും ഹിതകരമായ ഏറ്റവും പ്രകാശമുള്ള എല്ലാ അനുഭവങ്ങൾക്ക് പിന്നിലും, എന്തിന് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തെ തകർക്കുന്ന അനുഭവങ്ങൾക്ക് പിന്നിൽ പോലും ക്രിസ്തുവാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെ ചില സൂചനകളൊക്കെ നമുക്കുണ്ടല്ലോ. മോശ തൻ്റെ ദൈവത്തെ കണ്ടത് പിന്നെ മുൾപ്പടർപ്പില്ലാണെന്നൊക്കെ ഉള്ള ആ ഒരു വാക്കൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. എല്ലാത്തിനും പിന്നിൽ ക്രിസ്തുവാണ്, ഇതിന് പിന്നിൽ ക്രിസ്തുവാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്ന റിച്ച്നെസ് ഭയങ്കരമാണ്. എല്ലാത്തിനും പിന്നെ ക്രിസ്തുവാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുന്നാൽ പിന്നെ നിങ്ങൾക്കതിനെ ഇങ്ങനെ നമസ്കരിച്ചും ആദരപൂർവ്വം മാത്രമേ കാണാൻ പറ്റൂ. മോശയൊക്കെ ചെയ്ത കണക്ക് ഇങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും കാൽപാദങ്ങളിൽ നിന്ന് ഈ പാദരക്ഷകൾ അഴിച്ചു മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഓരോ അനുഭവത്തിനും മുന്നിൽ നിൽക്കാനാവൂ. പിന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, പത്രോസ് നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാളിങ്ങനെ പറങ്ങുപ്പായം ചുറ്റി കടലിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഈ നഗ്നതയുടെ റെഫറൻസ് പോകുന്ന പഴയ നിയമത്തിലേക്കാണ്. നമുക്കറിയാം, ആദിയിൽ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ആ പുരുഷനും സ്ത്രീയും എന്നും ദൈവം അവരോടൊപ്പം ഇങ്ങനെ സഞ്ചാരത്തിന് വരുമായിരുന്നു. പതിവണക്ക് അന്ന് സന്ധ്യയ്ക്ക് വരുമ്പോഴേക്കും ഇവരിങ്ങനെ മറഞ്ഞു നിൽക്കുക. അപ്പോൾ ദൈവം വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിൽക്കുക? അപ്പോൾ ആദം പറയുന്ന ഇങ്ങനെയാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് മറഞ്ഞു നിൽക്കുക. നഗ്നൻ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഇങ്ങനെ വല്ലാത്ത ആത്മനിന്ദയും ലജ്ജയൊക്കെ അനുഭവപ്പെടുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ഈ നഗ്നൻ എന്ന് പറയുന്നത്. വിശേഷിച്ചും മറ്റൊരാളുടെ മുമ്പിൽ ഈ നഗ്നനായി നിൽക്കുക എന്ന് പറയുന്നത് തീരെ നമുക്ക് താങ്ങാൻ പറ്റാത്ത, സ്വപ്നങ്ങളിലൊക്കെ ഈ ഡ്രീം അനാലിസിലൊക്കെ വലിയൊരു നിന്ദനോ അപമാനമോ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചവർക്കൊക്കെ സംഭവിക്കുന്ന നിരന്തരമായ സ്വപ്നം ഇതാണ്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്ത് കുളിമുണ്ട് ഉരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഉടുത്തുകൊണ്ടിരുന്ന വസ്ത്രം ഉരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഭയപ്പെടുന്ന ഒന്നാണ് ആൾക്കൂട്ടത്തിന് മധ്യം നഗ്നനായിട്ട് നിൽക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ മറഞ്ഞു നിൽക്കുക എന്നുള്ളത്. ഇവിടെ ആവട്ടെ പത്രോസ് നഗ്നനാകാനായിട്ട്, സ്വയം നഗ്നനായിട്ടും ആത്മീയത അനുഭവപ്പെടാനും ഒക്കെ ആയിട്ട് കാരണമുണ്ട്. കാരണം വെറും 3 രാത്രികൾക്ക് മുമ്പിൽ തീകാഞ്ഞുകൊണ്ടിരുന്ന ഒരിടത്തിൽ വെച്ച് നീ ആ ഗലീലക്കാരനെ അറിയോ, അവൻ്റെ കൂടെയുള്ളതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ ശക്തമായിട്ട് ഞാനവനെ അറിയത്തില്ല എന്ന് 3 പറഞ്ഞപ്പോൾ മനസ്സാക്ഷിയുടെ ഒരു കോഴി കൂകിയതാണ്. അപ്പോൾ ആ ഒരു ആത്മീയത നിൽക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദം ചെയ്ത കാര്യം തന്നെ ചെയ്താൽ മതി, മറഞ്ഞിരിക്കുക. പക്ഷേ പുതിയ സംസ്കാരം ആരംഭിക്കാൻ പോയി, പുതിയ നിയമത്തിൽ ലജ്ജിക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടായവർ, ഇടറിപ്പോവാനായിട്ട് കാരണമുണ്ടായവർ, അനുതാപത്തിന് കാരണമുള്ളവർ ഇനി ഒളിച്ചിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അവർ ആ പരാശക്തിയെ അഭിമുഖീകരിക്കാൻ തന്നെ പോവുക. ഒരു തുണിക്കു ചുറ്റി ഈ മനുഷ്യൻ കടലിലേക്ക് ഈ പറയുന്ന വഞ്ചിയും വലയും അതിനകത്തെ മീനിൻ്റെ സമൃദ്ധിയൊക്കെ ഇതുപോലും ശ്രദ്ധിക്കാതെ ഈ മനുഷ്യൻ ഇങ്ങനെ അലകൾക്ക് മീതെ കൂടി നീന്തി പോവുകയാണ്. പുതിയ നിയമം തരുന്ന ഏറ്റവും വലിയ സാന്ത്വനം അത്. നിങ്ങൾക്ക് എന്തുമാത്രം ലജ്ജാകരമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പരാശക്തി അഭിമുഖീകരിക്കുന്നതിനകത്ത് പിന്മാറേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ നിൽക്കുന്ന ആ ഒരു കാഴ്ച മനസ്സുകൊണ്ടെന്ന് നോക്കിക്കൊള്ളൂ. ശരിക്കും ഒരു ക്ഷേത്ര സന്നിധിയിൽ വന്ന ഒരാളെ കണക്ക്, ശ്രീകോവിലിന് മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾ. കാരണം നമുക്കറിയാം, ഭാരതീയ പാരമ്പര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ഈർനായിട്ടാണ് ഈ സന്നിധിയിലേക്ക് ചെല്ലുക. വസ്ത്രം കൊണ്ട് നമ്മൾ ചിലതൊക്കെ മറക്കുന്നുണ്ട്, എന്നിട്ടും
എല്ലാം ആ സന്നിധിയിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈറനുടുത്ത വസ്ത്രം എന്ന് പറയുന്നത്. അവന് ഈറൻ ഉടുത്ത വസ്ത്രവുമായിട്ട് ഒരാൾ ആ പരാശക്തിയുടെ പാദങ്ങൾ നമസ്കരിക്കാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും അയാളുടെ നഗ്നതയെ ഉടുപ്പിക്കാനുള്ള അങ്കി ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. ആ മനുഷ്യനോട് മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞ ആ മനുഷ്യനോട് മൂന്നാവർത്തി സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചിട്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് സ്വയം നഗ്നനായിട്ട് നിന്ന് വല്ലാതെ ലജ്ജിതനായിട്ട് കഴിയാനായിട്ട് ഒരുപക്ഷെ ആ കാരണമുണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ മീതിയായിട്ട് ക്രിസ്തു വലിയ സ്നേഹത്തിൻ്റെ പുതപ്പിക്കുന്ന അനുഭവം കൂടിയാണ് തിബേരിയസ്. എന്നിട്ട് ബാക്കിയുള്ളവർ തീരത്ത് വരുമ്പോൾ ക്രിസ്തു അവർക്ക് വേണ്ടി ഇങ്ങനെ മീൻ ചുട്ടു വച്ചിട്ടുണ്ട്. മീൻ പിടിക്കാന്നൊക്കെ പറയുന്നതിന് കുറേ അർത്ഥമുണ്ട് കേട്ടോ. അതിൽ തന്നെ മറ്റൊരു പ്രഭാഷണത്തിലുള്ള വിഷയമാണ്. പൂർണ്ണ കുക്ക് ഫുഡ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം കൂടിയാണ്. ആ ചെറിയ അവബോധങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്കകത്ത് ഒരുങ്ങിയവരോട് അവർ കണ്ടെത്താനായിട്ട് ശ്രമിച്ചിരുന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായൊരു സംഭവം കൊടുക്കുന്നതിൻ്റെയൊക്കെ സൂചനയുണ്ട്. നമുക്കതിനകത്ത് മറ്റൊരു ദിവസം ആ ഒരു വിചാരമാവാമെന്ന് കരുതുക കേട്ടോ. ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈവശം ഇപ്പോൾ പിടിച്ച മീൻ വല്ലതുമുണ്ടോ? പഴയ കാര്യങ്ങളുടെ കൊങ്ക് പറഞ്ഞാണ് മനുഷ്യ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, പണ്ടൊത്തിരി നന്മ ചെയ്തിട്ടുണ്ട് എന്നും ഉണ്ടാവട്ടെ. ജീവിത വലയിൽ തുള്ളിത്തുടിച്ച് നിൽക്കുന്ന നിമിഷമീനുകൾ എവിടെയൊക്കെ സംസാര സാഗരങ്ങളിൽ വല്ലാതെ ഉലഞ്ഞും തകർന്നുമൊക്കെ മനുഷ്യൻ നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ തീരത്തൊരാൾ നിൽപ്പുണ്ട്. ശരിക്കും അയാളാണ് ആ ഭൂമിയുടെ വിളക്കുമാടം, ഭൂമിയുടെ ലൈറ്റ് ഹൗസ്. വല്ലപ്പോഴും ചിന്തിക്കണം, ആ വിളക്കുമരത്തിൽ നിന്ന് നിങ്ങൾ എത്ര അകലെയാണ്? സൂര്യനിൽ നിന്ന് നക്ഷത്രങ്ങളിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് എത്താനുള്ള ആ പ്രകാശത്തിൻ്റെ ദൂരത്ത് നമ്മൾ വിളിക്കുന്ന വാക്ക് പ്രകാശവർഷം എന്നാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ചർച്ച്, നമ്മൾ സമൂഹ നിലയിലോ വ്യക്തി നിലയിലൊക്കെ എന്തുമാത്രം അകന്നു പോയിട്ടുണ്ടെന്ന് പോലും ആലോചിക്കുന്നില്ല. കാരണം അവർ വളരെ സ്റ്റേബിളാണ്, ഗുരുക്കന്മാർ വളരെ സ്റ്റേബിളാണ്, വൃക്ഷം കണക്ക് അവരുടെ വേരുകൾ ആഴത്തിൽപ്പെട്ടത്. നമ്മളാണിങ്ങനെ കാറ്റത്തെ ചെറിയ പൂതൽ കണക്കോ അല്ലെങ്കിൽ ഒരു കടലാസ് വഞ്ചി കണക്കോ ഇങ്ങനെ ഒഴുകി പോവുക. അപ്പോൾ വല്ലപ്പോഴും ആലോചിക്കണം, നമ്മൾ ഈ പ്രകാശഗോപുരത്തിൽ നിന്ന് എത്ര അകന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ തോന്നുന്നുണ്ട് ഈ പ്രകാശഗോപുരത്തിൽ നിന്ന് നമ്മൾ 2012 ക്രിസ്തു വർഷങ്ങളെങ്കിലും അകന്നു പോയിട്ടുണ്ട്. ഈ പ്രകാശ വർഷങ്ങളെന്നൊക്കെ പറയുന്നത് പോലെ എല്ലായിടത്തും കടലുണ്ട്, എന്നാൽ ഒരിടത്ത് കടലില്ല. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുക. അത് സ്വർഗീയ ജെറുസലേമിലാണ്. ഇതൊക്കെ രേഖപ്പെടുത്തുന്ന യോഹന്നാൻ തന്നെ പറയുന്നു, സ്വർഗീയ ജെറുസലേമിൽ കടലില്ല. എന്താ എൻ്റെ സൂചന? ശുദ്ധമായ ജലാശയത്തിൻ്റെ പേരാണ് കടൽ. അവിടെ ഒന്നും ശുദ്ധമല്ല, എല്ലാം ശാന്തമാണ്. ജീവിതം കുറേ കൂടി അതിൻ്റെ പ്ലാസിഡ്നെസ് എന്ന് പറയുന്ന തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ട്രാങ്കുലിറ്റിയെ വീണ്ടെടുക്കുന്നിടത്തിൽ ഉലയുന്ന ജലാശയങ്ങളുണ്ടാവില്ല. ശാന്തമായ ജലാശയം, അതിനകത്ത് നമുക്ക് നമ്മുടെ മുഖം പോലും കാണാൻ പറ്റുന്നിരിക്കും. ജീവിതം പ്രഭാമയം സന്നിധാനം.